ഡാറ്റ അനലിറ്റിക്സിനെ പറ്റി ആളുകൾ പറയാറുള്ളത് ഹൈ ഡിമാൻഡ്, ഹൈ സാലറി, അമേസിംഗ് കരിയർ ഗ്രോത്ത് എന്നുള്ളതാണ്. ഇതെല്ലാം സത്യം തന്നെയാണ്. എന്നാൽ എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നുള്ളത് ആരും പറഞ്ഞു തരാറുമില്ല, ചിന്തിക്കാറുമില്ല. ഹായ്, എൻ്റെ പേര് മുഹമ്മദ് ജോഷ്. ഞാൻ എഡ്യൂറിലെ ഡാറ്റ അനലിറ്റിക്സ് ട്രെയിനറാണ്. നിങ്ങളൊരു ബിഗിനറാണ്, പക്ഷേ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് ഏത് ടൂൾസ് തുടങ്ങണം, ഏത് സ്കിൽസ് ഏൺ ചെയ്യണം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ വീഡിയോയിൽ ഡാറ്റ അനലിറ്റിക്സിൻ്റെ ബേസിക് തൊട്ട് അഡ്വാൻസ് വരെയുള്ള ടൂൾസിൻ്റെ എൻ്റെ റോഡ് മാപ്പ് അവൈലബിൾ ആണ്. സോ നെക്സ്റ്റ് നമ്മുടെ മൈക്രോസോഫ്റ്റിൻ്റെ ടൂളായിട്ടുള്ള പവർ BI എത്രത്തോളം ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്ന ഈ ഒരു ജോബ് റോളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. BI അഥവാ ബിസിനസ് ഇൻ്റലിജൻസ് ടൂൾസിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ടൂൾ തന്നെയാണ് പവർ BI എന്ന് പറയുന്ന മൈക്രോസോഫ്റ്റിൻ്റെ പ്രൊഡക്റ്റ്. സോ പവർ BI എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് എന്തെല്ലാമാണ്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള പവർ BI ടൂൾസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വൈ പവർ BI? പവർ BI എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട്, ഈസി ആയിട്ട്, യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് പവർ BI എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും വാസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എൻലാർജ് ആയിട്ടുള്ള ഒരു ഡാറ്റ സെറ്റിനെ അല്ലെങ്കിൽ ഒരു ഡാറ്റനെ നമുക്ക് ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് വിഷ്വൽസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വിഷ്വൽസിലോട്ട്, ഗ്രാഫ്സിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഡാറ്റ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പവർ ക്വറി എന്ന് പറയുന്ന ETL ടൂൾ, എക്സ്ട്രാക്ട് ട്രാൻസ്ഫോം ലോഡ് എന്ന് പറയുന്ന ETL ടൂളായിട്ടുള്ള പവർ ക്വറി എഡിറ്റർ എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്തിട്ട് ഏറ്റവും ബെറ്റർ ക്ലീനിങ് പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ പ്രീ പ്രോസസ്സിങ് സ്റ്റെപ്പിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റയെ ഏറ്റവും സ്ട്രക്ചേർഡ് ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാനും ഈ ഒരു പവർ BI എന്ന് പറയുന്ന ടൂൾ ഹെൽപ്ഫുള്ളാണ്. പവർ ക്വറി എഡിറ്റർ എന്ന് പറയുന്നത് നമുക്ക് പവർ BIയിൽ മാത്രമല്ല ഒരു ടൂൾ അല്ല, എക്സൽ എന്ന് പറയുന്ന ടൂളിലും നമുക്ക് പവർ ക്വറി എഡിറ്റർ ലഭ്യമാണ്. സോ ആ ഒരു ഫീച്ചർ മാത്രമല്ല, അതല്ലാതെ നമുക്ക് ടാബിളിനെ നമുക്ക് വ്യൂ ചെയ്യാനും, അതല്ലെങ്കിൽ ഡാക്സ് എന്ന് പറയുന്ന ഡാറ്റ അനലിറ്റിക്സ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നമുക്ക് പുതിയ മെഷേഴ്സും പുതിയ കോളംസും നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഏറ്റവും സപ്പോർട്ടീവായിട്ട് നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് പവർ BI എന്ന് പറയുന്നത്. ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പോണൻസ്, അതായത് ഏതൊക്കെയാണ് പവർ BIൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പോണൻസ് എന്നുള്ളതാണ്. പവർ BI ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നതാണ് നമ്മൾ ഈ ഒരു കാണുന്ന ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു സോഴ്സാണ് പവർ BI ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത്. ഓഫ്ലൈൻ മോഡിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡ് തന്നെയാണെന്ത് പവർ BI ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത്. അതല്ലാതെ നമുക്ക് പവർ BI സർവർ നമുക്ക് അവൈലബിൾ ആണ്. പവർ BI ഓൺലൈൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമ്പോണൻ്റാണ് പവർ BI സർവർ എന്ന് പറയുന്നത്. ഓൺലൈനും ഓഫ്ലൈനും തമ്മിലുള്ള ഡിഫറൻസ് എത്രത്തോളം ഉണ്ടോ അതെല്ലാം നമുക്ക് ഈ ഒരു കാര്യത്തിലും ഉണ്ട്. കാരണം പവർ BI സർവറിൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് പവർ BI ഡെസ്ക്ടോപ്പിനേക്കാൾ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് പവർ BI സർവറിൽ ലഭ്യമാണ്. അതേപോലെ തന്നെ പവർ BI മൊബൈലുണ്ട്. നമുക്ക് മൊബൈലിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന, മൊബൈലിൻ്റെ UIക്ക് അനുസരിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പവർ BI മൊബൈൽ എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റ് നമുക്കുണ്ട്. അതേപോലെ തന്നെ പവർ BI റിപ്പോർട്ട് സെർവർ എന്ന് പറയുന്ന മറ്റൊരു സെർവറും കൂടെ ഉണ്ട്. അതും നമുക്ക് ഓഫ്ലൈനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെർവർ തന്നെയാണ് പവർ BI റിപ്പോർട്ട് സെർവർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കമ്പോണൻ്റാണ് പവർ BI റിപ്പോർട്ട് സെർവർ എന്ന് പറയുന്നത്. പവർ BI റിപ്പോർട്ട് സെർവർ പൊതുവേ ബാങ്കിങ് സെക്ടേഴ്സ് അതല്ലെങ്കിൽ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് യൂസ് ചെയ്യുന്ന ഒരു പവർ BIൻ്റെ ഒരു കമ്പോണൻ്റാണ് പവർ BI റിപ്പോർട്ട് സെർവർ എന്ന് പറയുന്നത്. അതായത് ക്ലൗഡ് സ്റ്റോറേജിൽ ഡാറ്റ സ്റ്റോർ ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചില ബാങ്കിങ് സെക്ടേഴ്സിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്ടേഴ്സിലൊന്നും ചിലപ്പോൾ ഡാറ്റാസ് ക്ലൗഡ് സ്റ്റോറേജിൽ സ്റ്റോർ ചെയ്യാറില്ല. അപ്പോൾ അത്രയും കേസുകളിൽ യൂസ് ചെയ്യുന്ന ഒരു കമ്പോണൻ്റാണ് ഈ ഒരു പവർ BI റിപ്പോർട്ട് സെർവർ എന്ന് പറയുന്ന കമ്പോണൻറ്റ്. ദെൻ ലാസ്റ്റ് ഒരു കമ്പോണൻ്റാണ് പവർ BI എംബഡഡ് എന്ന് പറയുന്നത്. പവർ BI എംബഡഡ് പൊതുവേ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു കമ്പോണൻ്റാണ് പവർ BI എംബഡഡ് എന്ന് പറയുന്നത്. കാരണം ചില ടൂൾസുമായിട്ടോ അതല്ലെങ്കിൽ ചില ആപ്സുമായിട്ടോ ഒക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സാസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പല പോർട്ടൽസുമായിട്ടോ അല്ലെങ്കിൽ പല വെബ് ആപ്ലിക്കേഷൻസുമായിട്ടൊക്കെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൊതുവേ യൂസ് ചെയ്യുന്നത് ഈ ഒരു പവർ BI എംബഡഡ് എന്ന് പറയുന്ന ഈ ഒരു വേർഷനാണ്. അപ്പോൾ ഇതാണ് പവർ BIയുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പോണൻസ് എന്ന് പറയുന്നത്. സോ നമ്മൾ എല്ലാ ഫീച്ചേഴ്സും
നമ്മളിവിടെ പറയുന്ന സമയത്ത് പവർ ബി ഐ ഡെസ്ക്ടോപ്പിൽ പറയുന്ന സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് നമുക്ക് ബാക്കിയുള്ള കമ്പോണൻസിലും കാണാൻ പറ്റുന്നത്. പക്ഷേ അതിനേക്കാൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡും മറ്റു ഫീച്ചേഴ്സും കൂടെ അതിലെല്ലാം നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ദെൻ നമുക്ക് ഈ ഒരു പവർ ബി ഐ ഡെസ്ക്ടോപ്പിലോട്ട് നമുക്കൊന്ന് പരിചയപ്പെടുത്താം. സോ നമ്മൾ ഈ ഒരു പവർ ബി ഐൻ്റെ ഇൻ്റർഫേസ് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് നമ്മൾ സെക്ഷൻ തുറക്കുന്ന സമയത്ത് സെലക്ട് ഡാറ്റ സോഴ്സ്, ഏത് സോഴ്സിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ഡാറ്റ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഫസ്റ്റ്ലി ഞാൻ ജസ്റ്റ് ബ്ലാങ്ക് റിപ്പോർട്ട് ആണ് എടുത്തിട്ടുള്ളത്. ഈ ബ്ലാങ്ക് റിപ്പോർട്ട് എന്ന് പറയുന്ന സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹോം എന്ന് പറയുന്ന ടാബ്, ഇൻസേർട്ട്, മോഡലിംഗ്, വ്യൂ, ഒപ്റ്റിമൈസ് എന്ന് പറയുന്ന ടാബുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഈ ടാബിൽ ഓരോ ടാബിൻ്റെ അണ്ടറിലും ഓരോ റിബൺസ് കാണാൻ പറ്റും. ക്ലിപ്ബോർഡ്, ഡാറ്റ, കൊറീസ് എന്നൊക്കെ പറയുന്ന റിബൺസ്. ആ ഓരോ റിബൺസിൻ്റെ അണ്ടറിലുമാണ് നമുക്ക് ഓരോ ഫങ്ഷൻസ് ഉള്ളത്. അപ്പോൾ ഡാറ്റ എന്ന് പറയുന്ന റിബണിൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഈ കാണുന്ന സോഴ്സുകളിൽ നിന്നാണ് നമുക്ക് ഡാറ്റ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത്. സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫോട്ടോ ഒരു ഗൂഗിളിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഗൂഗിളാണ് നമ്മുടെ സോഴ്സ് എന്ന്, ആ ഫോട്ടോൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഗൂഗിളാണ്. അതേപോലെ ഡാറ്റ നമ്മൾ എവിടെ നിന്നാണോ എടുക്കുന്നത് അതാണ് ഡാറ്റ സോഴ്സ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇവിടെ ഗെറ്റ് ഡാറ്റ ദെൻ മോർ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഡാറ്റ സോഴ്സുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് സോഴ്സുകൾ. ഇന്ന് നിലവിലുള്ള ഒട്ടുമിക്ക സോഴ്സുകളും നമുക്ക് പവർ ബി ഐയിൽ അവൈലബിൾ ആണ്. ഇതാണ് എക്സലിനേക്കാൾ കുറച്ചും കൂടെ ഫീച്ചേഴ്സ് പവർ ബി ഐയിലുണ്ടെന്നുള്ള പറയുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. എക്സലിൻ്റെ കേസിൽ ഡാറ്റ സോഴ്സിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ബട്ട് പവർ ബി ഐൻ്റെ കേസിൽ നമുക്ക് ഒരുപാട് സോഴ്സുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള ഏത് സോഴ്സിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ഡാറ്റ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ദെൻ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പ് വ്യൂ, ലേ ഔട്ട് വ്യൂവും കാണാൻ പറ്റും. തൊട്ട് ഇപ്പുറത്ത് നിങ്ങൾക്ക് മൊബൈൽ ലേ ഔട്ട് വ്യൂവും കാണാൻ പറ്റും. നേരത്തെ നമ്മൾ മൊബൈൽ ഡെസ്ക്ടോപ്പ് പവർ ബി ഐ മൊബൈൽ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു പവർ ബി ഐൻ്റെ ഒരു ഇൻ്റർഫേസ്, യു ഐ ഇൻ്റർഫേസ് നമുക്ക് മൊബൈലിൻ്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ നമുക്ക് മൊബൈലിലാണ് നമുക്കത് വ്യൂ ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൊബൈൽ ലേ ഔട്ടിൽ നിങ്ങൾക്ക് ഡാഷ്ബോർഡ്സോ റിപ്പോർട്ട്സോ കാര്യങ്ങളോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഇവിടെ നമുക്ക് 5 വ്യൂസാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ലെഫ്റ്റ് സൈഡിൽ റിപ്പോർട്ട് വ്യൂ, ടാബിൾ വ്യൂ, മോഡൽ വ്യൂ, ഡാക്സ് വ്യൂ, അതേപോലെ തന്നെ TMDL വ്യൂ. ഇങ്ങനെ 5 വ്യൂസാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ 5 വ്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ റിപ്പോർട്ട് വ്യൂ. റിപ്പോർട്ട് വ്യൂവിലാണ് നമുക്ക് ഈ ഒരു ക്യാൻവാസ് കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഡോട്ടഡ് ലൈൻസിൻ്റെ ഉള്ളിലുള്ളതിനാണ് നമ്മൾ ക്യാൻവാസ് എന്ന് പറയാം. ടോട്ടലി നമ്മളിതിനെ വാൾപേപ്പർ എന്നാണ് പറയാം. ഈ ഒരു റിപ്പോർട്ട് വ്യൂവിലാണ് നമ്മൾ ഡാഷ്ബോർഡ്സും റിപ്പോർട്ട്സും കാര്യങ്ങളും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. തൊട്ട് താഴെയുള്ള ടാബിൾ വ്യൂ, അതേപോലെ തന്നെ മോഡൽ വ്യൂ. ടാബിൾ വ്യൂവിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ടാബിളിനെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഡാറ്റ അനാലിസിസിന് വേണ്ടിയിട്ട്, ഡാറ്റയെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടാബിൾ വ്യൂ എന്ന് പറയുന്ന വ്യൂ പോയിൻറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാബിൾസിനെ വ്യൂ ചെയ്യുന്നത്. ഇവിടെ തന്നെയാണ് നമ്മൾ ഡാക്സ് എന്ന് പറയുന്ന ഡാറ്റ അനലിറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്ന ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് പുതിയ മെഷേഴ്സും അല്ലെങ്കിൽ പുതിയ കോളംസും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യൂ പോയിൻ്റ് കൂടിയാണ് ഈ ഒരു ടാബിൾ വ്യൂ എന്ന് പറയുന്ന സെക്ഷൻ. ദെൻ മോഡൽ വ്യൂ. ഈ ഒരു മോഡൽ വ്യൂ എന്ന് പറയുന്ന സെക്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒന്നിൽ കൂടുതൽ ടാബിൾസ് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ പവർ പിവറ്റ് യൂസ് ചെയ്തിട്ടാണ് എക്സലിൽ ഒന്നിൽ കൂടുതൽ ടാബിൾസിനെ കണക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ പവർ ബിൻ്റെ കേസിൽ നമ്മൾ ഒന്നിൽ കൂടുതൽ ടാബിൾസുകൾ തമ്മിൽ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൈമറി കീ, ഫോറിൻ കീ എന്ന് പറയുന്ന കൺസ്ട്രെയിൻസ് യൂസ് ചെയ്തിട്ട് ഒന്നിൽ കൂടുതൽ ടാബിൾസിൽ നമുക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡൽ വ്യൂ എന്ന് പറയുന്ന സെക്ഷനിൽ വെച്ചിട്ടാണ് നമ്മൾ ഒന്നിൽ കൂടുതൽ ടാബിൾസിനെ കണക്ട് ചെയ്യുന്നത്. ദെൻ ഫോർത്ത് വ്യൂ ആണ് ഡാക്സ് കൊറി വ്യൂ എന്ന് പറയുന്നത്. ഡാക്സ് കൊറി വ്യൂവിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞു ന്യൂ മെഷേഴ്സും ന്യൂ കോളംസും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് ഡാക്സ് എന്ന് പറയുന്ന ഡാറ്റ അനലിറ്റിക് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ലാംഗ്വേജ്. ഈ ഒരു ഡാക്സ് ലാംഗ്വേജ് നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു IDE അല്ലെങ്കിൽ അത് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അത് റണ്ണ് ചെയ്ത് നോക്കാനും എക്സിക്യൂട്ട് ചെയ്ത് നോക്കാനും അത് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു ഡാക്സ് എന്ന് പറയുന്ന ഡാക്സ് കൊറി വ്യൂ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ. ദെൻ ഫിഫ്ത്ത് വ്യൂ ആണ് TMDL വ്യൂ എന്ന് പറയുന്നത്. TMDL വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡാറ്റ പവർ ബിയിലോട്ട് ഇമ്പോർട്ട് ചെയ്തത് മുതൽ എന്തെല്ലാം നമ്മൾ ഈ ഒരു ഡാറ്റയിൽ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഒരു ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന
ആ ഒരു ഇതിനാണ് നമ്മൾ TMDL വ്യൂ എന്ന് പറയുന്നത്. ടാബുലർ മോഡൽ ഡെവലപ്മെൻറ്റ് ലാംഗ്വേജ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ദെൻ 5th വ്യൂ ആണ് TMDL വ്യൂ അഥവാ ടാബുലർ മോഡൽ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്ന് പറയുന്ന ഈ ഒരു വ്യൂ. ഈ വ്യൂവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളൊരു ടാബിൾ അല്ലെങ്കിൽ ഒരു ഡാറ്റ സെറ്റ് നമ്മൾ പവർ ബിയിലോട്ട് ഇമ്പോർട്ട് ചെയ്തത് മുതൽ എന്തെല്ലാം നമ്മൾ ആ ഒരു ഡാറ്റയിൽ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെല്ലാം വർക്കുകൾ, എന്തൊക്കെ ക്ലീനിങ്, അതല്ലെങ്കിൽ എന്തെല്ലാം വിഷ്വൽസ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ടോ അതെല്ലാം സ്റ്റോർ ചെയ്യുന്ന ഒരു ലാംഗ്വേജ്. അതാണ് ഈ ഒരു TMDL എന്ന് പറയുന്ന ലാംഗ്വേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ പിന്നീട് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ലാംഗ്വേജിൽ ഈ ഒരു വ്യൂവിൽ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്ത് അപ്ലൈ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ എന്താണോ ചെയ്തിട്ടുള്ളത് ആ ഒരു എഡിഷൻ അവിടെ നടത്താൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ നേരത്തെ ഈ ഒരു TMDL വ്യൂ ഇല്ലാത്ത സമയത്ത് നമ്മൾ എന്താണോ ചെയ്തിട്ടുള്ളത് അത് അൺഡു കൊടുത്തിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് എന്ത് നമ്മൾ ചെയ്താലും അവിടെ ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റം ചേഞ്ചസ് നമുക്ക് വരുത്തണമെന്നുണ്ടെങ്കിൽ ഈ ഒരു TMDL വ്യൂവിൽ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ചേഞ്ചസ് ഈ ഒരു ലാംഗ്വേജ് നിങ്ങൾക്ക് ഏറെക്കുറെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജ് തന്നെയാണ്. ഈ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ആ ഒരു എഡിറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഈ ഒരു 5 ടൈപ്സ് ഓഫ് വ്യൂസ് ആണ് ഈ ഒരു പവർ BI ഡെസ്ക്ടോപ്പിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ വീണ്ടും റിപ്പോർട്ട് വ്യൂ എന്ന് പറയുന്ന സെക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ക്യാൻവാസും വാൾപേപ്പറും നമ്മൾ പരിചയപ്പെട്ടു. ദെൻ ഇവിടെ നിങ്ങൾക്ക് 3 പെയിൻസ് ഇവിടെ കാണാൻ പറ്റും. ഡാറ്റ പെയിൻ, വിഷ്വലൈസേഷൻ പെയിൻ, ഫിൽറ്റേഴ്സ് പെയിൻ. ഇതിൽ ഫസ്റ്റ് വൺ ഡാറ്റ പെയിനെയാണ് നമ്മൾ പറയുന്നത്. ഡാറ്റ പെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ ഒരു ഡാറ്റയും ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. സോ ഈ ഒരു ഡാറ്റനെ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാറ്റ ടാബിൾസും അതിലുള്ള കോളംസും കാണുന്ന ഈ ഒരു പെയിനാണ് ഈ ഒരു ഡാറ്റ പെയിൻ എന്ന് പറയുന്ന സെക്ഷൻ. ദെൻ വിഷ്വലൈസേഷൻ പെയിനിലുള്ള ഈ കാണുന്ന വിഷ്വൽസ് എല്ലാമാണ് നമ്മൾ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന വിഷ്വൽസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ബാർ ചാർട്ട്, കോളം ചാർട്ട്, ലൈൻ ചാർട്ട്, ഇങ്ങനെ ഒരുപാട് വിഷ്വൽസ്, ടാബിൾസ്, ഇങ്ങനെ ഒരുപാട് വിഷ്വൽസ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ കാണുന്ന വിഷ്വൽസൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ ഫിൽറ്റേഴ്സ് പെയിൻ്റെ യൂസ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടീഷൻ്റെ ബേസിൽ ഫിൽറ്റർ ചെയ്തെടുക്കുക. നമ്മൾ ഫിൽറ്റർ എന്ന് പറയുന്ന ടേം നമ്മൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഭാഗം മാത്രം എടുക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. സോ നമുക്ക് ഏതെങ്കിലും ഒരു സെക്ഷനിൽ ഫിൽറ്ററിങ് നടത്തണമെന്നുണ്ടെങ്കിൽ ഫിൽറ്റർ തന്നെ നമുക്കൊരു വിഷ്വൽ നമുക്ക് ഫിൽറ്റർ ചെയ്യാം. ഈ ഒരു പേജ് 1 എന്ന് പറയുന്ന പേജിൽ മാത്രം നമുക്കൊരു ഫിൽറ്ററിങ് നടത്താം. ജസ്റ്റ് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേജസ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ പേജസിനും ഈ ഒരു റിപ്പോർട്ട് ടോട്ടലി നമുക്കൊരു ഫിൽറ്ററിങ് നടത്താം. അങ്ങനത്തെ ഫിൽറ്ററിങ് നടത്താൻ പറ്റുന്ന ഒരു വ്യൂ അല്ലെങ്കിൽ ഒരു പെയിനെയാണ് നമ്മൾ ഫിൽറ്റേഴ്സ് പെയിൻ എന്ന് പറയുന്നത്. അതാണ് ഈ ഒരു റിപ്പോർട്ട് വ്യൂ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിലുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഒരു ഡാറ്റ പവർ ബിയിലോട്ട് എങ്ങനെയാണ് ഒരു ഡാറ്റ ഇമ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ഫസ്റ്റ്ലി ഞാനൊരു എക്സൽ സോഴ്സിൽ നിന്നാണ് ഞാനൊരു ഡാറ്റ ഇമ്പോർട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാറ്റ ടാബിൻ്റെ അണ്ടറിലുള്ള എക്സൽ വർക്ക് ബുക്ക് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഡാറ്റ ഇമ്പോർട്ട് ചെയ്യാം. ജസ്റ്റ് ഞാനൊരു ക്യാമ്പയിൻ എന്ന് പറയുന്ന ഒരു ഡാറ്റ ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്യണം. ജസ്റ്റ് ഓപ്പൺ. ഓക്കെ, ഈ സമയത്ത് നമുക്കൊരു ഇൻ്റർഫേസ് ഇവിടെ അപ്പിയർ ആവുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിൽ ഒരു നാവിഗേറ്റർ ഓപ്ഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് ഈ ഒരു ഡാറ്റ പ്രിവ്യൂ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഈ മാർക്കറ്റിംഗ് ഡാറ്റ എന്ന് പറയുന്ന ഈ ഒരു ടാബിളിൻ്റെ പ്രിവ്യൂ ആണ് നിങ്ങൾക്ക് കാണേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ലോഡ്, ട്രാൻസ്ഫോം ഡാറ്റ, ക്യാൻസൽ എന്ന് പറയുന്ന 3 ഓപ്ഷൻസാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ലോഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ഈ ഒരു ഡാറ്റ സെറ്റ് അല്ലെങ്കിൽ ഈ ഒരു ടാബിൾ പവർ ബിയിലോട്ട് ലോഡാവും. നമ്മുടെ റിപ്പോർട്ട് വ്യൂ എന്ന് പറയുന്ന സെക്ഷനിലോട്ടും ടാബിൾ വ്യൂ എന്ന് പറയുന്ന സെക്ഷനിലോട്ടും മോഡൽ വ്യൂ എന്ന് പറയുന്ന സെക്ഷനിലോട്ടും ലോഡാവും. ട്രാൻസ്ഫോം ഡാറ്റയാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്ലീനിങ് അല്ലെങ്കിൽ പ്രീ പ്രോസസ്സിങ് നടത്താൻ വേണ്ടിയിട്ടുള്ള ETL ടൂൾ നമ്മൾ മുന്നേ പറഞ്ഞതാണ്. പവർ ക്വറി എഡിറ്റർ എന്ന് പറയുന്ന ETL ടൂളിലോട്ടാണ് നമ്മൾ പോകുന്നത്. അതായത് ഈ ഒരു ETL ടൂളിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡാറ്റ ക്ലീനിങ്ങും ഡാറ്റ പ്രീ പ്രോസസ്സിങ്ങും നടത്തും. സോ ട്രാൻസ്ഫോം ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ പവർ ക്വറി എഡിറ്ററിലോട്ട് നമ്മൾ ഈ ഒരു ഡാറ്റ ഇമ്പോർട്ട് ആവും. അതെല്ലാം ലോഡാണ് കൊടുക്കുന്നതുണ്ടെങ്കിൽ ഈ ഒരു റിപ്പോർട്ട് വ്യൂ അല്ലെങ്കിൽ നമ്മുടെ പവർ ബിയിലോട്ട് ഡയറക്റ്റ്ലി ഈ ഒരു ഡാറ്റ ലോഡാവും. സോ നമ്മളിവിടെ ഇപ്പോൾ ലോഡ് എന്ന് കൊടുത്തു. സോ അത് നമുക്കിവിടെ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമുക്കൊരു ഈ ഒരു ഡാറ്റ ലോഡായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡാറ്റ എന്ന് പറയുന്ന പെയിനിലും
അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു കാണുന്ന ഈ ഒരു സെക്ഷൻ, ഇപ്പോൾ ഇവിടെ കാണുന്നത് ഇമ്പോർട്ട് ഡാറ്റ ഫ്രം ഓരോ സോഴ്സുകളുടെ നെയിമൊക്കെയാണ് നമുക്ക് കാണുന്നത്. ഡാറ്റ ലോഡായി കഴിഞ്ഞാൽ, ഇപ്പോൾ കംപ്ലീറ്റ്ലി ഡാറ്റ ലോഡായിട്ടുണ്ട്, ഇവിടെ കാണാൻ പറ്റും ഡാറ്റ എന്ന് പറയുന്ന പേരിൽ നമ്മുടെ ആ ഒരു ടേബിളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. മാർക്കറ്റിംഗ് ഡാറ്റ എന്ന് പറയുന്ന ടേബിൾ, അതിലുള്ള കോളംസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ നേരത്തെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഡാറ്റാ സോഴ്സിൻ്റെ നെയിമിന് പകരം ബിൽഡ് വിഷ്വൽസ് വിത്ത് യുവർ ഡാറ്റ എന്ന് പറയുന്ന സെക്ഷനാണ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാബിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു വിഷ്വൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ തൊട്ട് താഴെ ടാബിൾ വ്യൂ എന്ന് പറയുന്ന സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു, ടാബിൾ വ്യൂ എന്ന് പറയുന്ന സെക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡാറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ന്യൂ മെഷേഴ്സ് അല്ലെങ്കിൽ ന്യൂ കോളംസ്, ഡാക്സ് എന്ന് പറയുന്ന ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് ന്യൂ കോളംസോ അല്ലെങ്കിൽ ന്യൂ മെഷേഴ്സോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നത്. സോ ഈ ഒരു ടാബിൾ വ്യൂവിൽ നമുക്ക് നമ്മുടെ ടാബിൾസിലുള്ള ഓരോ കോളംസും ഓരോ വാല്യൂസും നമുക്കിവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഓരോ ടാബിൾസ് സെലക്ട് ചെയ്തിട്ട് ആ ഒരു കോളം ടൂൾസ് എന്ന് പറയുന്ന ടാബ് അപ്പിയർ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഡാറ്റ ടൈപ്സും അതിൻ്റെ ഫോർമാറ്റും അതിൻ്റെ സെക്ഷൻസും കാര്യങ്ങളും സമ്മറി ഡാറ്റ കാറ്റഗറിയും എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഈ ടാബിൾ വ്യൂയിലോട്ട് നമുക്ക് എത്താം. തൊട്ട് താഴെ മോഡൽ വ്യൂ എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്തുള്ള ടാബിളിൻ്റെ ആ ഒരു സെക്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. ആ ടാബിളിൻ്റെ പേര്, അതിലുള്ള എല്ലാ കോളംസും നമുക്കിവിടെ കാണാൻ പറ്റും. സോ ഇവിടുത്തെ കേസിൽ നമ്മുടെ കയ്യിൽ ഒരു ടാബിൾ ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഒരു ടാബിൾ നമ്മുടെ കയ്യിലുള്ളൂ. സോ നമുക്ക് മോഡൽ വ്യൂവിൽ നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മുടെ അടുത്ത് ഒന്നിൽ കൂടുതൽ ടാബിൾസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മോഡൽ വ്യൂവിൽ വന്നിട്ട് ആ ടാബിൾസുകൾ തമ്മിൽ പ്രൈമറി, ഫോറിൻ കീ എന്ന് പറയുന്ന കൺസ്ട്രെയിൻസ് യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇവിടുത്തെ കേസിൽ നമ്മുടെ കേസിൽ ഒരു ടാബിൾ ഉള്ളത് കൊണ്ട് നമുക്ക് ടാബിൾസ് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോ എങ്ങനെയാണ് പ്രൈമറി കീ, എന്താണ് പ്രൈമറി കീ, എന്താണ് ഫോറിൻ കീ, എങ്ങനെയാണ് ഈ ഒരു കണക്ഷൻ നടത്തിയത് ഡാറ്റ മോഡലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തുക എന്നുള്ളതൊക്കെ നമ്മൾ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ, പവർ ബിയുടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ എടുക്കുന്നുണ്ട്. ആ ഒരു സെക്ഷനിൽ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഇവിടെ നമ്മുടെ അടുത്ത് കയ്യിൽ ഒരു ടാബിൾ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ ഇവിടെ ഡാറ്റ മോഡലിംഗ് നടത്തുന്നില്ല. ഡാക്സ് വ്യൂയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു, നമ്മളെന്തെങ്കിലും ഡാക്സ് ഫംഗ്ഷൻസോ അല്ലെങ്കിൽ ന്യൂ മെഷേഴ്സോ അല്ലെങ്കിൽ ന്യൂ കോളംസോ അപ്ലൈ ചെയ്ത് മാത്രമേ നമുക്ക് ഈ ഡാക്സ് ഫംഗ്ഷൻസിൽ നമുക്കത് വാലിഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. TMDL വ്യൂവിൽ നമ്മൾ പറയാം, TMDL വ്യൂ നമ്മൾ സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, വരും സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അതിലേക്ക് നമുക്ക് എത്താം. സോ റിപ്പോർട്ട് വ്യൂവിൽ തന്നെ നമ്മൾ വീണ്ടും പോയി. ഇവിടെ നമ്മൾ ഫസ്റ്റലി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഒരു ടാബിൾ അല്ലെങ്കിൽ ഒരു വിഷ്വൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സോ ഫസ്റ്റലി നമ്മൾ എക്സലിൻ്റെ കേസ് ഏതൊരു ടൂളിലാണെങ്കിലും ഏതൊരു ഡാറ്റ അനലിസ്റ്റിനും വേണ്ട ആദ്യത്തെ സ്കിൽ എന്ന് പറയുന്നത് അനലിറ്റിക്കൽ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ക്രിറ്റിക്കൽ തിങ്കിങ് എന്ന് പറയുന്നതാണ്. ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ അനലൈസ് ചെയ്തിട്ട് എങ്ങനെ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻസൈറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം എന്നുള്ള ഒരു അനലിറ്റിക്കൽ മൈൻഡ് സെറ്റാണ് ഏറ്റവും ആദ്യം വേണ്ടത്. അത് ഏത് ടൂൾ യൂസ് ചെയ്യുകയാണെങ്കിലും അത് തന്നെയാണ് വേണ്ടത്. സോ ഒരു അനാലിസിസ് നമ്മൾ നടത്തണമെന്നുണ്ടെങ്കിൽ അത് പ്രൊഡക്റ്റീവ് ആയിക്കോട്ടെ, പ്രിസ്ക്രിപ്റ്റീവ് ആയിക്കോട്ടെ, ഡിസ്ക്രിപ്റ്റീവ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ആയിക്കോട്ടെ, ഏതൊരു അനാലിസിസ് നടത്തണമെന്നുണ്ടെങ്കിലും നമ്മൾ ഇവിടെ ഈ ഒരു ടാബിൾ വ്യൂവിൽ വന്നിട്ട് ഈ ഒരു ഡാറ്റ അനലൈസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏത് അനാലിസിസ് നടത്തണം എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടുള്ളൂ. സോ ഫസ്റ്റലി ഞാനിവിടെ വിചാരിക്കുന്നത് ഈ ഒരു ഓരോ ലൊക്കേഷൻ വൈസിൽ ആവറേജ് ക്ലിക്സ് എത്രയാണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് ഫൈൻഡ് ചെയ്യണം. ഓക്കെ, ലൊക്കേഷൻ എന്ന് പറയുന്ന ഫീച്ചറും ക്ലിക്സ് എന്ന് പറയുന്ന ഫീച്ചറുമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. സോ ലൊക്കേഷൻ വൈസ് ക്ലിക്സ്, ആവറേജ് ക്ലിക്സ് എങ്ങനെയാണ് എന്നുള്ളത് എനിക്കൊരു വിഷ്വൽ ക്രിയേറ്റ് ചെയ്യണം. സോ ഫസ്റ്റലി ഞാനിവിടെ ഡിസൈഡ് ചെയ്യുന്നത് ഏത് വിഷ്വലാണ് അതിന് ആപ്റ്റായിട്ടുള്ളത് എന്നുള്ളതാണ്. നമ്മൾ ഒരു അനാലിസിസ് എന്ന് പറയുന്ന ടെക്നിക്കിലേക്ക് വരികയാണെങ്കിൽ ലൊക്കേഷൻ ജസ്റ്റ് ഈ ഡ്രോപ്പ് ഡൗൺ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ എന്ന് പറയുന്ന ടാബ് കോളത്തിൽ ഏതെല്ലാം ഫീൽഡ് അല്ലെങ്കിൽ ഏതെല്ലാം വാല്യൂസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. 5 വാല്യൂസാണുള്ളത്: കാർ വാഷ് സൈറ്റ്, ഇമെയിൽ ക്യാമ്പയിൻസ്, ഫാൻ ഫോറംസ്, ഫാസ്റ്റ് ഫുഡ് സൈറ്റ്, അതുപോലെ തന്നെ സ്ട്രീമിംഗ് സർവീസ് എന്ന് പറയുന്ന 5 യുണീക്ക് വാല്യൂസാണ് ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്ന കോളത്തിലുള്ളത്. സോ 5 വാല്യൂസ് ഉള്ളൂ. അതിനനുസരിച്ചുള്ള ഒരു ഗ്രാഫാണ് നമുക്കിവിടെ വേണ്ടത്. സോ ഇവിടെ നമുക്ക് വിഷ്വലൈസേഷൻ പേജിൽ നോക്കുകയാണെങ്കിൽ അതിന് ആപ്റ്റായിട്ടുള്ള ഏത് ഫീൽഡും അല്ലെങ്കിൽ ഏത് വിഷ്വൽ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. ഫസ്റ്റ് ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റാക്ക്ഡ് ബാർ ചാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ബാർ ചാർട്ടാണ്. ഓക്കെ, ഞാനിവിടെ ഒരു ബാർ ചാർട്ട് ചൂസ് ചെയ്തു. ഇവിടെ ബാർ ചാർട്ട് ഒരു വിഷ്വൽ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് Y ആക്സിസ് ആ ഒരു വിഷ്വലിൽ എന്തെല്ലാം കൊടുക്കാൻ പറ്റുമെന്നുള്ളത് കാണാൻ പറ്റും. Y ആക്സിസ്, അതുപോലെ തന്നെ X ആക്സിസ്, ലെജൻഡ്, സ്മാൾ മൾട്ടിപ്പിൾസ്,
ടൂൾ ടിപ്സ് എന്നുള്ള കാര്യങ്ങൾ പാരാമീറ്റേഴ്സാണ് ഈ ഒരു ബാർ ചാർട്ടിൻ്റെ കേസിൽ നമ്മൾ കൊടുക്കുന്നത്. ഓരോ വിഷ്വലിനനുസരിച്ചും പാരാമീറ്റേഴ്സ് ചേഞ്ച് ആവും. ചില കേസിൽ ടൂൾ ടിപ്സ് ലെജൻസ് ഉണ്ടാവില്ല, ചില കേസിൽ മറ്റു ചില പാരാമീറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഓരോ വിഷ്വൽസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ബാർ ചാർട്ടിൽ ലൊക്കേഷൻ വൈസ് ആവറേജ് ക്ലിക്സ് ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ ഇതാണ് ഇവിടുത്തെ കേസിൽ വൈ ആക്സിസ്, ഇതാണ് എക്സ് ആക്സിസ് എന്താണ്, വൈ ആക്സിസ് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. സോ നമ്മൾ വൈ ആക്സിലോട്ട് ജസ്റ്റ് ഈ ഒരു ലൊക്കേഷൻ ഡ്രാഗ് ചെയ്തിടുന്നു. അതുപോലെ തന്നെ എക്സ് ആക്സിലോട്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു ക്ലിക്സും ഡ്രാഗ് ചെയ്തിടുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഗ്രാഫ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കിട്ടിയുള്ളത് ക്ലിക്സ് ബൈ ലൊക്കേഷൻ്റെ സമ്മാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എൻ്റെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ആവറേജ് ക്ലിക്സ് ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ജസ്റ്റ് ഇവിടെ ബൈ ഡിഫാൾട്ട് ഏതൊരു ടൂൾസിലും ബൈ ഡിഫാൾട്ട് സം എന്ന് പറയുന്ന അഗ്രിഗേഷൻ ഫംഗ്ഷൻ ആയിരിക്കും ഉണ്ടായിരുന്നു. നമുക്കത് മറ്റു അഗ്രിഗേഷൻ ഫംഗ്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സം ഓഫ് ക്ലിക്സ് ആണ്. ജസ്റ്റ് ഈ ഡ്രോപ്പ് ഡൗൺ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അഗ്രിഗേഷൻ ഫംഗ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ആവറേജ്, മിനിമം, മാക്സിമം, കൗണ്ട്, ഡിക്സ്റ്റൻ്റ്, കൗണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ്, മീഡിയൻ എന്നൊക്കെ പറയുന്ന ഒരുപാട് അഗ്രിഗേഷൻ ഫംഗ്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഓരോ അഗ്രിഗേഷൻ ഫംഗ്ഷൻസും എന്താണെന്നുള്ളതൊക്കെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ എനിക്കിവിടെ വേണ്ടത് ആവറേജ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ജസ്റ്റ് ആവറേജ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഞാനിവിടെ സെലക്ട് ചെയ്തു. സോ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള ഒരു വിഷ്വൽ തന്നെയാണ്. ആവറേജ് ഓഫ് ക്ലിക്സ് ബൈ ലൊക്കേഷനാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മളിത് ചെയ്യാൻ പോണത് ഇതിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഇൻട്രാക്റ്റീവായിട്ട് നല്ലൊരു അപ്പിയറൻസിൽ നമുക്ക് ഈ ഒരു വിഷ്വലിനെ കൊണ്ടുവരണം. സോ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ബിൽഡ് വിഷ്വലിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫോർമാറ്റ് യുവർ വിഷ്വൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ. ഈ ഒരു ഫോർമാറ്റ് യുവർ വിഷ്വലിൽ നമുക്ക് 2 ഫോർമാഷനാണ് ഉള്ളത്, ജനറൽ അതുപോലെ തന്നെ വിഷ്വലിൻ്റെ ഉള്ളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ഒരു വിഷ്വൽ എന്ന് പറയുന്ന സെക്ഷനിലാണ്. ജനറൽ ഈ ഒരു ഔട്ട്സൈഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ജനറൽ എന്ന് പറയുന്ന സെക്ഷനിലാണുള്ളത്. സോ നമ്മൾ വൈ ആക്സിസ് ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൈ ആക്സിൻ്റെ വാല്യൂസിനെ ബോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോൾഡ് ചെയ്യാം. ജസ്റ്റ് അതിൻ്റെ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കളർ മാറ്റാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സൈസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. സ്റ്റൈല് മാറ്റണമെന്നുണ്ടെങ്കിൽ സ്റ്റൈല് നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈല് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാൻ പറ്റും, ഫോണിൻ്റെ സ്റ്റൈല്. അതുപോലെ തന്നെ ടൈറ്റിൽ, നമുക്കിവിടെ ടൈറ്റിൽ ഓട്ടോമാറ്റിക്കലി ഒരു ടൈറ്റിൽ ബൈ ഡിഫാൾട്ട് ഒരു ടൈറ്റിലാണ് അവർ കൊടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഞാനൊരു ടൈറ്റിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ലൊക്കേഷൻ ബൈ ക്ലിക്സ്, ലൊക്കേഷൻ ബൈ ആവറേജ് ഓഫ് ക്ലിക്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടൈറ്റിൽ എന്ന് പറയുന്നത്. ഈ ടൈറ്റിൽ നിങ്ങൾക്ക് ബോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ലേഔട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് സൈസ് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെ ഈ ഒരു ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ വൈ ആക്സിൻ്റെ ടൈറ്റിലാണ്. നമുക്കത് ലൊക്കേഷനാണ് നമുക്ക് വൈ ആക്സിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്, മെയിൻ ടൈറ്റിലല്ല. സോ ലൊക്കേഷൻ. ആ ലൊക്കേഷൻ എന്ന് പറയുന്ന ടൈറ്റിൽ നമ്മൾ മാറ്റി അത് ബോൾഡ് ചെയ്യാം. അതുപോലെ തന്നെ എക്സ് ആക്സ് നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് ആക്സ് നമുക്കിവിടെ വാല്യൂസ് എന്ന് പറയുന്നത് നമുക്ക് ബോൾഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ബോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ കളർ മാറ്റാനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ യൂണിറ്റ് ഡിസ്പ്ലേ ചെയ്യേണ്ട ഓപ്ഷൻസ് തൗസൻഡ്സിലോട്ടോ മില്യൺസിലോട്ടോ ബില്യൺസിലോട്ടോ ട്രില്യൺസിലോട്ടോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂണിറ്റ് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ദെൻ അതിൻ്റെ ടൈറ്റിൽ മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആവറേജ് ഓഫ് ക്ലിക്സിന് പകരം നിങ്ങൾക്കൊരു ക്ലിക്സ് എന്ന് പറഞ്ഞ് ഒരു ടൈറ്റിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ക്ലിക്സ് എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു എക്സ് ആക്സിൻ്റെ ടൈറ്റിൽ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഗ്രിഡ് ലൈൻസ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഗ്രിഡ് ലൈൻസ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ബാർ, നിങ്ങൾക്ക് ബാർസിൻ്റെ കളേഴ്സ് മാറ്റണമെന്നുണ്ടെങ്കിൽ ബാറിൻ്റെ കളർ മാറ്റാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ അതിനൊരു ബോർഡേഴ്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബോർഡേഴ്സ് കൊടുക്കാം. അങ്ങനെ ഒരുപാട് വിഷ്വലുമായി ബന്ധപ്പെട്ട ഒരുപാട് ഓപ്ഷൻസ്. നിങ്ങൾക്കൊരു ഡാറ്റ ലാബൽസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഡാറ്റ ലാബൽസ് ഓൺ ചെയ്തിടാം. ഡാറ്റ ലാബൽസ് മീൻസ് നമുക്ക് ഈ ഒരു വാല്യൂസ് കാണേണ്ട ഒരു ഇതിനാണ് നമ്മൾ ഡാറ്റ ലാബൽസ് എന്ന് പറയുന്നത്. നമുക്ക് ആ ബാറിൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്നുള്ളത് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതല്ലാതെ നിങ്ങൾക്ക് വാല്യൂസിനെ ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡാറ്റ ലാബൽസ് ഓൺ ചെയ്ത് തന്നെ ഇടാം. ഏതൊരു വിഷ്വലിലും അല്ലെങ്കിൽ ഏതൊരു ടൂൾസിലും നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടത് ഡാറ്റ ലാബൽസ് ഓൺ ചെയ്തിടുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്നാൽ പെട്ടെന്ന് കാണുന്ന ഒരാൾക്ക് പെട്ടെന്ന് അത് അനലൈസ് ചെയ്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഡാറ്റ ലാബൽസ് ഏതൊരു ടൂളിലും ഏതൊരു വിഷ്വലാണെങ്കിലും ഓൺ ചെയ്ത് ഇടുക തന്നെ വേണം.
സോ ഞാനിവിടെ ഡാറ്റ ലേബൽസ് ഓൺ ചെയ്തു. അതിൻ്റെ കളേഴ്സും ടൈറ്റിലും വാല്യൂസും ഒക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നിങ്ങൾക്ക് ബോൾഡ് ചെയ്യാം. അതിൻ്റെ കളർ നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ കളർ മാറ്റാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഓപ്ഷൻസൊക്കെയാണ് നമുക്ക് ഈ ഒരു വിഷ്വൽ എന്ന് പറയുന്ന ഈ ഒരു ഫോർമാറ്റുള്ളത്. ദെൻ ജനറൽ എന്ന് പറയുന്ന സെക്ഷനിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ടൈറ്റിൽ നിങ്ങൾക്ക് ലൊക്കേഷൻ ബൈ ക്ലിക്സ് ആണ് നമുക്ക് കാണുന്നത്. ജസ്റ്റ് ഒരു ടൈറ്റിൽ ഞാനിവിടെ കൊടുത്തു. ഓക്കെ, ലൊക്കേഷൻ ബൈ ക്ലിക്സ് എന്ന് പറയുന്ന മെയിൻ ടൈറ്റിൽ നമുക്ക് വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ബോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് സൈസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഫോണ്ട് സൈസ് ഇൻക്രീസ് ചെയ്യാം. അതിൻ്റെ സെൻറ്ററിലോട്ട് അലൈൻ ചെയ്യാം. അതിൻ്റെ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കളർ മാറ്റാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഓപ്ഷൻ അവൈലബിൾ ആണ്. സബ് ടൈറ്റിൽ കൊടുക്കാം. അത്തരത്തിലുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എഫക്ട്സിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ നിങ്ങൾക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ നിങ്ങൾക്ക് ഓഫ് ചെയ്തിടാം. ഇതെല്ലാം വേറെ വൈറ്റിന് പകരം നിങ്ങൾക്കൊരു കളേഴ്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ഞാൻ ജസ്റ്റ് വൈറ്റ് തന്നെ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ വിഷ്വൽ ബോർഡർ, ഒരു ബോർഡർ നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വിഷ്വൽ ബോർഡർ ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റൗണ്ട് കോർണേഴ്സാണ് വേണ്ടതെങ്കിൽ റൗണ്ട് കോർണേഴ്സ് നമുക്കിവിടെ കൊടുക്കാം. അതുപോലെ തന്നെ ഷാഡോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷാഡോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഔട്ട് സൈഡിലാണ് ഷാഡോ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഫോർമാറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വിഷ്വലിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു വിഷ്വൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പല രീതിക്കുള്ള അപ്പിയറൻസും പല രീതിക്കുള്ള ഫോർമാറ്റ്സും പല രീതിക്കുള്ള കളേഴ്സും ഒക്കെ കൊടുത്ത് കൂടുതൽ നല്ല അട്രാക്റ്റീവ് വിഷ്വൽസ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡാഷ്ബോർഡ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സിമ്പിൾ ഒരു ബേസിക് ഒരു വിഷ്വൽ നമ്മൾ ഏറ്റവും മീനിങ് ആയിട്ടുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമുക്ക് വേണ്ടത് ഏറ്റവും നല്ലൊരു അനലിറ്റിക്കൽ മൈൻഡ് സെറ്റ് തന്നെയാണ്. ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും മനസ്സിലാക്കി ഓരോ ഫീച്ചേഴ്സും ഓരോ കോളംസ് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണത് മീൻ ചെയ്യുന്നത്, അതിലുള്ള വാല്യൂസ് ഏതെല്ലാമാണ്, അതിലുള്ള യൂണീക്കായിട്ടുള്ള വാല്യൂസ് എത്രയാണ്, അതിൽ എത്ര വാല്യൂസ് ഉണ്ട്, എത്ര റെക്കോർഡ്സ് ഉണ്ട്, എത്ര കോളംസ് ഉണ്ട് എന്നുള്ളത് എല്ലാ അനാലിസിസും നമ്മൾ നടത്തുന്നത് ഈ ഒരു ടേബിൾ വ്യൂ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിലാണ്. സോ ടേബിൾ വ്യൂവിൽ വന്നിട്ട് ഏറ്റവും നല്ല രീതിയിൽ അനലൈസ് ചെയ്തിട്ട് അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് റിപ്പോർട്ട് വ്യൂവിൽ വന്നിട്ട് ഈ ഒരു ഡാറ്റനെ ഏറ്റവും മീനിങ് ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ പവർ ക്വറി എഡിറ്റർ എന്ന് പറയുന്ന ETL ടൂളിനെ നമ്മൾ എക്സലിൻ്റെ കേസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. സോ എങ്ങനെയാണ് ETL ടൂൾ പവർ BIയിൽ നമ്മൾ എങ്ങനെയാണ് അത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ജസ്റ്റ് നമുക്കിവിടെ ട്രാൻസ്ഫോം ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫോം ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പവർ ക്വറി എഡിറ്റർ എന്ന് പറയുന്ന ടൂളിലോട്ടാണ് നമ്മൾ പോകുക. ഇവിടെ വെച്ചിട്ട് നമുക്ക് ടാബിൾസിനെ ക്ലീൻ ചെയ്യാനും അതേപോലെ തന്നെ ടാബിളിനെ പ്രീ പ്രോസസ്സ് ചെയ്യാനുമുള്ള എല്ലാവിധ ടൂൾസും നമുക്ക് ഈ ഒരു പവർ ക്വറി എഡിറ്റർ എന്ന് പറയുന്ന ടൂളിൽ അവൈലബിൾ ആണ്. ഇതിൽ ഹോം, ട്രാൻസ്ഫോം, ആഡ് കോളം, വ്യൂ, ടൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ടാബുകളുണ്ട്. ആ ഓരോ ടാബിൻ്റെ അണ്ടറിലും ഒരുപാട് റിബൺസ് ഉണ്ട്. ആ റിബൺസിൻ്റെ അണ്ടറിൽ ഒരുപാട് ഫങ്ഷൻസും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫങ്ഷൻസും ടൂൾസും ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് പവർ ബിയിലുള്ള ഈ ഒരു ഡാറ്റനെ ഏറ്റവും ബെറ്റർ സ്ട്രക്ചേർഡ് ഫോർമാറ്റിലോട്ട് അതല്ലെങ്കിൽ ഏറ്റവും ക്ലീൻഡ് ഫോർമാറ്റിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു പവർ ക്വറി എഡിറ്ററിൽ മാത്രമല്ല, ഈ പവർ ക്വറി എഡിറ്ററിൽ നമുക്ക് AI ടൂൾസ് ഇൻറ്റിഗ്രേറ്റഡ് ആണ്. ഒരുപാട് AI ടൂൾസ് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാനുവലി പകരം നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് പല ഫങ്ഷൻസും നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു പവർ ക്വറി എഡിറ്ററിലുണ്ട്. പവർ ക്വറി എഡിറ്ററിൻ്റെ വിശദമായ ഒരു സെക്ഷൻ നമ്മൾ വരും സെക്ഷനിൽ എടുക്കുന്നുണ്ട്. സോ ഈ ഡാറ്റനെ ഈ ഒരു പവർ ക്വറി എഡിറ്റർ വർക്ക് ചെയ്യുന്നത് M ലാംഗ്വേജ് എന്ന് പറയുന്ന മെഷപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്ന ലാംഗ്വേജിൻ്റെ ബേസിലാണ് ഈ ഒരു പവർ ക്വറി എഡിറ്റർ വർക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പിനും ഓരോ കോഡ്, ഒരു ഫോർമുല ഉണ്ട്. ആ ഒരു ഫോർമുല എന്ന് പറയുന്നത് M ലാംഗ്വേജാണ്. നമുക്ക് എക്സലിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പവർ ക്വറി എഡിറ്ററിൻ്റെ കേസിൽ M ലാംഗ്വേജ് എന്ന് പറയുന്ന മെഷപ്പ് ലാംഗ്വേജിൻ്റെ ബേസിലാണ് പവർ ക്വറി എഡിറ്റർ വർക്ക് ചെയ്യുന്നത്. സോ പവർ ക്വറി എഡിറ്ററിലേക്ക് നമുക്ക് വരാം. അതുപോലെ തന്നെ നമുക്ക് പുതിയ മെഷേഴ്സ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡാക്സ് ഫങ്ഷൻസ് ടാബിൾ വ്യൂവിൽ നിങ്ങൾക്ക് ടാബിൾ ടൂൾസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ന്യൂ മെഷർ, ന്യൂ കോളം, ക്വിക്ക് മെഷർ, ന്യൂ ടാബിൾ എന്ന് പറയുന്ന 4 ഫങ്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ 4 ഫങ്ഷൻസും ന്യൂ മെഷർ ആണെങ്കിൽ നമുക്കൊരു പുതിയ മെഷർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂ കോളം, ഒരു പുതിയൊരു കോളം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു പുതിയ ടാബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പവർ ബിയിലെ ലാംഗ്വേജാണ് ഡാക്സ് എന്ന് പറയുന്ന ഡാറ്റ അനലിറ്റിക് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഡാക്സ് ഫങ്ഷൻ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ എക്സലിൽ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ഫോർമുലാസ്, പല രീതിക്കുള്ള ഡേറ്റ് ആൻഡ് ടൈം കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ഫോർമുലാസ്, അതുപോലെ തന്നെ ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട ഫോർമുലാസ്, അതേപോലെ തന്നെ നമ്പറുമായി ബന്ധപ്പെട്ട എല്ലാ ഫോർമുലാസും നമുക്ക് ഡാക്സ് ഫങ്ഷൻസിലും അല്ലെങ്കിൽ ഡാക്സ് എന്ന് പറയുന്ന ലാംഗ്വേജിലും അവൈലബിൾ ആണ് എന്നുള്ളതാണ്.
ദെൻ ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് AI വിഷ്വൽസ് ഇവിടെ അവൈലബിൾ ആണ്. AI വിഷ്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ബി AI ഇൻ്റഗ്രേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ പവർ ബിയിലുള്ള ഒരുപാട് ഓട്ടോമേഷൻ, അതുപോലെ തന്നെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് കുറച്ചും കൂടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് അറിയുമെന്നുണ്ടെങ്കിൽ, നമ്മൾ എക്സലിൽ പറഞ്ഞതുപോലെ തന്നെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് നല്ല രീതിയിൽ അറിയുമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് മീനിങ് ആയിട്ടുള്ള വിഷ്വൽസും ഇൻസൈറ്റ്സും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതേപോലുള്ള ഇതിൽ ജസ്റ്റ് നിങ്ങളുടെ ക്യാൻവാസ് ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പവർ ബിയിൽ നല്ല പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ട് ഏറ്റവും നല്ല മീനിങ് ആയിട്ടുള്ള രീതിക്കുള്ള ഇൻസൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിലുള്ള മറ്റൊന്നാണ് മോഡലിംഗ് എന്ന് പറയുന്ന ടാബിൽ വരികയാണെങ്കിൽ നമുക്ക് പവർ ബിയിൽ ഉള്ള ഏറ്റവും വലിയ ഒരു ടൂളാണ് റോ ലെവൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന സെക്യൂരിറ്റി ടൂൾ. ഈ ഒരു സെക്യൂരിറ്റി ടൂളിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്, നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ബ്രാഞ്ച്, ഒരു കമ്പനി, ആ കമ്പനീൻ്റെ ബ്രാഞ്ച് ഇപ്പോൾ ട്രിവാൻഡ്രം, അതുപോലെ തന്നെ കൊച്ചി, അതുപോലെ തന്നെ കോഴിക്കോട് എന്ന് പറയുന്ന 3 സിറ്റികളുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഈ 3 സിറ്റികളുടെ എല്ലാ ബ്രാഞ്ചിൻ്റെയും കമ്പനി ഡീറ്റെയിൽസും ഡാറ്റാസും എല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ എനിക്ക് വേണ്ടത് കോഴിക്കോട് എന്ന് പറയുന്ന ആ ഒരു ബ്രാഞ്ചിലുള്ള ബ്രാഞ്ച് മാനേജറിന് കോഴിക്കോട്ടെ ഡാറ്റ മാത്രം കണ്ടാൽ മതി. ട്രിവാൻഡ്രത്തെ ബ്രാഞ്ച് മാനേജറിന് ട്രിവാൻഡ്രത്തെ ഡാറ്റ ഡീറ്റെയിൽസും അതിലുള്ള ഡാഷ്ബോർഡ്സും അതിലുള്ള ഇൻസൈറ്റ്സും മാത്രം കണ്ടാൽ മതി. അതുപോലെ തന്നെ കൊച്ചിയിലുള്ള ബ്രാഞ്ച് മാനേജറിന് കൊച്ചിയുടെ ഡീറ്റെയിൽസും ഡാറ്റാസും മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ, ആ ഒരു രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആർക്ക് എന്തൊക്കെ കാണണം എന്നുള്ള വ്യൂ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ആ ഒരു സെക്ഷനാണ് നമ്മൾ റോ ലെവൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു ഓപ്ഷൻ നമുക്ക് പവർ ബിയിൽ മാത്രമേ ഇന്നും ലെവലുള്ളൂ. നമുക്ക് എക്സലിൽ ആ ഒരു ഓപ്ഷൻ അവൈലബിൾ അല്ല. ഓക്കെ, അപ്പോൾ റോ ലെവൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അത്രയും ഡിമാൻഡായിട്ടുള്ള, അത്രയും വേണ്ട, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഫീച്ചർ, അഡ്വാൻസ്ഡ് ഫീച്ചർ തന്നെയാണ് പവർ ബി ഐയിലെ റോ ലെവൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന സെക്ഷൻ. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ വ്യൂ ടാബിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് മാർക്ക്, പെർഫോമൻസ് അനലൈസേഴ്സ്, സിങ്ക്, സ്ലൈസേഴ്സ് എന്നൊക്കെ പറയുന്ന ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ബുക്ക് മാർക്ക് നമ്മൾ ഗൂഗിളിൽ ക്രോമിലൊക്കെ കാണുന്ന ബുക്ക് മാർക്ക് തന്നെയാണ്. നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പേജ് സേവ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രോമിലും ഗൂഗിളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബുക്ക് മാർക്ക് തന്നെയാണ്. ഇവിടെയും നമുക്കൊരു പെർട്ടിക്കുലർ മൊമെൻറ്റിനെ സേവ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ പവർ ബിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ബുക്ക് മാർക്ക് എന്ന് പറയുന്ന സെക്ഷനാണ്. പ്രഡിക്റ്റീവ് അനാലിസിസ്, അതല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് അനാലിസിസ് എന്നൊക്കെ പറയുന്ന നമ്മൾ 4 ടൈപ്സ് ഓഫ് അനാലിസിസ് പറഞ്ഞ സമയത്ത് ആ 4 ടൈപ്സ് ഓഫ് അനാലിസിസും ഏറ്റവും പെർഫെക്റ്റായിട്ട് എഫക്റ്റീവായിട്ട് നടത്താൻ പറ്റുന്ന ഒരു ടൂൾ കൂടെയാണ് ഈ ഒരു പവർ ബി ഐ എന്ന് പറയുന്നത്. സോ നമുക്ക് പ്രഡിക്റ്റീവും പ്രിസ്ക്രിപ്റ്റീവും ഡിസ്ക്രിപ്റ്റീവും ഒക്കെ നമുക്ക് ഒരുപക്ഷെ എക്സലിലും ഇനി വരുന്ന ടാബിലും ഒക്കെ നടത്താൻ പറ്റും. പക്ഷേ ഡയഗ്നോസ്റ്റിക് അനാലിസിസ്, അതായത് നമ്മൾ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഒരു ഡാറ്റേൻ്റെ ഒരു ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് എന്ന് റീസൺ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്ന ഒരു ടൂളാണ് ഈ ഒരു പവർ ബി ഐ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ വരും സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഡയഗ്നോസ്റ്റിക് അനാലിസിസ് ഏറ്റവും പെർഫെക്റ്റായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂൾ കൂടിയാണ് ഈ ഒരു പവർ ബി ഐ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രൊഡക്റ്റീവ് അനാലിസിസ്, നമുക്ക് ഫോർകാസ്റ്റിംഗ്, നമ്മൾ നടത്താൻ പോകുന്ന ഫോർകാസ്റ്റിംഗ് നമ്മൾ നടത്തുന്നത് ഈ ഒരു ബെറ്റർ ടൂളായിട്ടുള്ള പവർ ബി ഐ വെച്ചിട്ട് കുറച്ചും കൂടി എഫക്റ്റീവായിട്ടുള്ള രീതിക്ക് 95% അബവ് കോൺഫിഡൻസ് ഇൻ്റർവെല്ലിൽ, എന്താണ് കോൺഫിഡൻസ് ഇൻ്റർവെൽ എന്നെല്ലാം നമ്മൾ പറയുന്നുണ്ട്, നെക്സ്റ്റ് സെക്ഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ കോൺഫിഡൻസ് ഇൻ്റർവെല്ലിൽ നമുക്ക് ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോർകാസ്റ്റിംഗ് നടത്താൻ പറ്റും. അപ്പോൾ ഇതെല്ലാം പറ്റുന്ന ഒരു ബെസ്റ്റ് ബി ഐ ടൂൾ തന്നെയാണ് പവർ ബി ഐ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒട്ടുമിക്ക AI ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള, ഇനി നമ്മൾ പവർ ബി ഐ സെർവർ പറയുന്ന സമയത്ത് ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് പവർ ബി ഐ ഡെസ്ക്ടോപ്പിലില്ലാത്ത ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് പവർ ബി ഐ സെർവറിലുണ്ട്. അതുപോലെ തന്നെ വിഷ്വൽസിൻ്റെ കേസിലാണെങ്കിലും എക്സലിനേക്കാൾ ടാബ്ലിനേക്കാൾ അഡ്വാൻസ്ഡ് വിഷ്വൽസ് നമുക്ക് പവർ ബി ഐയിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് നമ്മുടെ ഡെയിലി റുട്ടീൻസ് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പവർ ഓട്ടോമേറ്റ് എന്ന് പറയുന്ന മൈക്രോസോഫ്റ്റിൻ്റെ ടൂളായിട്ടുള്ള പവർ ഓട്ടോമേറ്റ് നമുക്കിതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പവർ ആപ്സ് എന്ന് പറയുന്ന ഡിഫറെൻറ്റ് ആപ്സുകൾ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ കസ്റ്റമൈസ്ഡ് ആപ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പവർ ബിയിലോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അതല്ല, ഓൾറെഡി ഉള്ള ആപ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പവർ ബിയുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പവർ ബി എംബഡഡ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് പവർ ബി ആപ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് പവർ ബിയിൽ അവൈലബിൾ ആണ് എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും നല്ല രീതിയിലുള്ള ഇൻട്രാക്റ്റീവ് ഡാഷ്ബോർഡ്സും ഇൻസൈറ്റ്സും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെറ്റർ ടൂൾ തന്നെയാണ് പവർ ബി ഐ എന്ന് പറയുന്നത്. പവർ ബി ഐനെ കുറിച്ച് ഒരുപാട് ഫീച്ചേഴ്സും പ്രാക്ടിക്കൽ എക്സാമ്പിൾസും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ പറയുന്നുണ്ട്. സോ
ഇതാണ് പവർ ബി ഐ എന്ന് പറയുന്ന ബിസിനസ് ഇൻ്റലിജൻസ് ടൂൾസിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇതിനേക്കാൾ ഒരുപാട് ഫീച്ചേഴ്സും ഒരുപാട് അഡ്വാൻസ്ഡ് ടെക്നിക്സും ട്രിക്സും ടൂൾസും എല്ലാം പവർ ബി ഐയിൽ ഇനിയും നമുക്ക് പഠിക്കാനുണ്ട്. സോ എന്തുകൊണ്ട് ഇനി പവർ ബി ഐ അല്ലാതെ എന്തുകൊണ്ട് ടാബ്ലോ എന്ന സെക്ഷനാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് നിങ്ങൾ ഒരു തവണ കണ്ടിട്ട് കാര്യമില്ല, ഓവർ ആൻഡ് ഓവർ വാച്ച് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ഇത് കാര്യം. ഈ റോഡ് മാപ്പ് കൺസിസ്റ്റൻ്റ്ലി ഫോളോ ചെയ്താൽ ഡാറ്റ അനലിറ്റിക്സിൽ നിങ്ങൾക്ക് ഒരു അമേസിംഗ് കരിയർ ബിൽഡ് ചെയ്യാം.